മതമല്ല പ്രശ്നം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, ഭരണമാണല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഞങ്ങൾ പേര് മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ഇതൊരു സാമുദായിക അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പാർട്ടിയാണ്. അതിൽ ഞങ്ങൾ കള്ളത്തരം കാണിച്ചോ? വല്ല ഡെമോക്രാറ്റിക് കുമറോക്രാറ്റിക് എന്നൊക്കെ പേരിട്ടിട്ട് ഞങ്ങൾ പേര് മറച്ചു വെച്ചോ? നേർക്കുനേരല്ലേ പറഞ്ഞത്? മുസ്ലിം ലീഗ് അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളൂ. കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ. അവകാശങ്ങൾ ചോദിക്കുന്ന വിഷയത്തില് ഞങ്ങളുടെ തലകുനിയുമെന്ന്, നട്ടെല്ലു വളയുമെന്ന് വെറുതെ സ്വപ്നം കാണരുത്. വെറുതെ സ്വപ്നം കാണരുത്. ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാണ്. കാണുമ്പം പേര് മാറ്റി വിളിക്കുന്ന ശീലം ഞങ്ങളുടെ ശീലമല്ല. അത് ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഡിപ്ലോമസി കാണിച്ചിട്ടില്ലല്ലോ. നേർക്കുനേരെയല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ട്. അവരോട് ഞങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നാണ്. EMSന്റെ ഓർമ്മകൾ നിൽക്കുന്ന മണ്ണിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മതവിശ്വാസത്തെ തൊട്ടുകളിക്കാൻ വന്നാൽ ആ CPM-നെ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ മതമാണ് പ്രശ്നം. മതമാണ് പ്രശ്നമെന്ന് പറയുന്നതിൽ എന്ത് തെറ്റ്? മതമല്ല എന്ന് പറയുന്നതാണ് തെറ്റ്. ഇപ്പോഴിതാ KM ഷാജിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. മറുവശത്ത് UDF-ലേക്ക് മുസ്ലിം സമുദായങ്ങൾ ഒന്നിക്കുമ്പോഴാണ് KM ഷാജിയുടെ പ്രസംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. മതമല്ല പ്രശ്നമെന്ന് പറയുന്നത് പോലെ പൊട്ടത്തരം വേറൊന്നില്ല എന്നാണ് KM ഷാജിയുടെ നിലപാട്. എൻ്റെ വിശ്വാസം ഒന്നിൻ്റെ പേരിലും അടിയറവ് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. മതം തൻ്റെ ഐഡന്റിറ്റിയാണ് എന്ന് KM ഷാജി പറയുന്നു. KM ഷാജി ഇത് മാത്രമല്ല, മറ്റ് ചില നിലപാടുകൾ കൂടി പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ 9.5 വർഷം മുസ്ലിം സമുദായത്തിന് യാതൊന്നും ലഭിച്ചില്ല. ഇനി ഭരണം കിട്ടുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാകണം എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുന്ന KM ഷാജിയെ കേരളം കാണുന്നു. മതം പറയാതിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് KM ഷാജിയുടെ നിലപാട്. മറുവശത്ത് കേരളത്തിലെ മതേതരവാദികൾ ഇതിനെന്തുത്തരം പറയും എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി LDF-നൊപ്പം കട്ടയ്ക്ക് നിന്നിരുന്നു. എന്നാൽ 2026-ലെത്തുമ്പോൾ UDF മുസ്ലിം സമുദായ സംഘടനകളെ ഒപ്പം നിർത്തുന്നതിൽ വിജയിച്ചുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം AP സമസ്തയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ VD സതീശൻ സമസ്ത നേതാവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. ബുഖാരി തങ്ങളുടെ കടലുണ്ടിയിലെ വീട്ടിലെത്തിയായിരുന്നു VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിണറായി വിജയനൊപ്പം നിന്ന AP അബൂബക്കർ മുസ്ലിയാർ പോലും ഇക്കുറി UDF-നോട് ചായ്വ് പ്രകടമാക്കുന്നത് നമ്മൾ കണ്ടു. മറുവശത്ത് ജമാഅത്ത് ഇസ്ലാമി കാലങ്ങളായി LDF-നൊപ്പം കട്ടയ്ക്ക് നിന്ന സംഘടനയാണ്. ഇക്കുറി ജമാഅത്ത് പോലും UDF-നോട് കൂടുതൽ താൽപര്യം പ്രകടിപ്പിക്കുന്നു. കാന്തപുരവും AP വിഭാഗവുമൊക്കെ ഇക്കുറി സമദൂര നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നവർ പറയുന്നു. ശരിദൂരം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ സമദൂരത്തിൽ കൂടുതൽ അടുപ്പം UDF-നോടാണ് എന്ന് വ്യക്തം. എൻ്റെ അടുത്ത സുഹൃത്താണ് സോപാന സംഗീതജ്ഞൻ ഞരടത്ത് ഹരിഗോവിന്ദൻ. മുൻപ് പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ഇപ്പോൾ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നു ഹരിഗോവിന്ദനെ പോലെ ചില ബ്രാൻഡ് അംബാസഡർമാരെ ഇപ്പോൾ നിയോഗിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. ഏതെങ്കിലും വിധത്തിൽ ഒരു മതേതര മുഖം പുറത്തെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഞരളത്ത് ഹരിഗോവിന്ദനെ പോലെയുള്ളവരുടെ അപ്പോയിന്റ്മെന്റ്. ജമാഅത്ത് ഇസ്ലാമിയെ ഇപ്പോൾ VD സതീശനും പ്രതിപക്ഷവുമൊക്കെ വെള്ളപൂശുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം K സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മത രാഷ്ട്രവാദികളെന്നാണ് K സുരേന്ദ്രൻ ആരോപിക്കുന്നത്. BJPക്ക് നിർണായക സ്വാധീനമുള്ള മഞ്ചേശ്വരം മണ്ഡലം, ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു SDPI. എന്നാൽ പൊതുവെ മറ്റു മണ്ഡലങ്ങളിൽ SDPI ഇപ്പോൾ UDF-നൊപ്പം. SDPI സ്ഥാനാർത്ഥി മത്സരിച്ചാൽ UDF-ന്റെ വോട്ടുകൾ വിഘടിച്ചു പോകുമെന്ന ഭയം.
തുടർന്നാണ് SDPI സ്ഥാനാർത്ഥി തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. അതും SDPIയിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളെ തുടർന്ന്. സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്ത യോഗത്തിൽ SDPIയുടെ നേതൃത്വം അഷ്റഫിനോട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അഷ്റഫ് യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. പാർട്ടി ജില്ലാ കൗൺസിൽ അംഗത്വം രാജിവെക്കാൻ തീരുമാനിച്ചുവെന്ന് അഷ്റഫ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം സ്ഥാനാർത്ഥിയായി പാർട്ടി നിയോഗിക്കുന്നു, പിന്നീട് അഷ്റഫിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. SDPI സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇത്തവണ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചയായി മാറിയിരുന്നു മഞ്ചേശ്വരം മണ്ഡലം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ K. സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. BJPക്ക് വലിയ രാഷ്ട്രീയ പ്രതീക്ഷയുള്ള മണ്ഡലം. SDPI മുസ്ലിം ലീഗിനെതിരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതോടെ ആ പ്രതീക്ഷ വാനോളം ഉയർന്നു. ഒരു കാരണവശാലും മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് SDPI. എന്നാൽ പെട്ടെന്ന് അവിടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. സംസ്ഥാന വ്യാപകമായി SDPIയും മുസ്ലിം ലീഗും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. BJPയിലെ K. സുരേന്ദ്രനും ലീഗിലെ സിറ്റിംഗ് MLA AKA അഷ്റഫും നേരിട്ട് ഏറ്റുമുട്ടുന്നു മഞ്ചേശ്വരത്ത്. ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് അവിടെ വിജയിച്ചു കയറിയത്. 2021 വെറും 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP ലീഗ് തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയ വോട്ട് ചോർച്ച പോലും സ്ഥാനാർത്ഥിയുടെ വിജയത്തെ സ്വാധീനിക്കുമെന്ന് മുസ്ലിം ലീഗിനറിയാം. 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലായി 23 വാർഡുകളിലും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും SDPI മത്സരിച്ചിരുന്നു. മഞ്ചേശ്വരം പഞ്ചായത്തിൽ 2 വാർഡുകളിൽ SDPI വിജയിച്ചു. 7612 വോട്ടുകളാണ് SDPIക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് മഞ്ചേശ്വരം ഡിവിഷനിൽ മത്സരിച്ച SDPI സ്ഥാനാർത്ഥി നേടിയത് 3755. SDP സ്ഥാനാർത്ഥി കളത്തിലുണ്ടായാൽ വിജയത്തെ സ്വാധീനിക്കുമെന്ന് വ്യക്തം. ഇത്തരം നീക്കങ്ങളാണ് സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ദൃശ്യമാകുന്നത്. RSSും LDFും പ്രത്യേകിച്ച് CPM തമ്മിൽ ബന്ധമുണ്ട് എന്ന കോൺഗ്രസ് ആരോപണം. ഈ ആരോപണങ്ങളെ പലപ്പോഴും പിണറായി വിജയനും CPM നേതാക്കളുമൊക്കെ എതിർക്കുന്നത് കോൺഗ്രസിന്റെ ലീഗ് ബന്ധത്തിനപ്പുറമുള്ള SDPI മറ്റു സമുദായ സംഘടനകളുമായുള്ള ബന്ധം പറഞ്ഞ്. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നത് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്നാണ് ഹരിഗോവിന്ദൻ അംഗത്വം സ്വീകരിച്ചത്. ഇടതുപക്ഷവും സംഘപരിവാറും ഒരേ തൂവൽ പക്ഷികളാണെന്നും വാക്കും പ്രവൃത്തിയിൽ മതേതരത്വവും മനുഷ്യത്വവും സൂക്ഷിക്കുന്നവരായതുകൊണ്ടാണ് ലീഗിൽ താൻ അംഗമായതെന്നും ഹരിഗോവിന്ദൻ പറയുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ ഹരിഗോവിന്ദന് ഒരു സ്ഥാനം നൽകുമെന്ന വാഗ്ദാനമുണ്ട് എന്ന് മറുപക്ഷം ആരോപിക്കുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് KM ഷാജിയെ പോലുള്ളവരുടെ പ്രസംഗത്തിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് മധ്യ തിരുവിതാംകൂറിൽ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. കേരളത്തിൽ BJPക്ക് ചുവടുറപ്പിക്കാൻ കഴിഞ്ഞത് പലപ്പോഴും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ തീവ്ര വാക്കുകളിലാണ്. ഈ വാക്കുകൾ മുസ്ലിം ലീഗിലെ ഒരു നേതാവ് പ്രയോഗിക്കുമ്പോൾ അത് സമൂഹത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് അദ്ദേഹം എന്തുകൊണ്ട് ഓർക്കുന്നില്ല? കഴിഞ്ഞ 9.5 വർഷമായി ഈ സമുദായത്തിനൊന്നും ലഭിക്കുന്നില്ല എന്ന KM ഷാജിയുടെ വാക്കുകൾ. മറുവശത്ത് KM ഷാജിയെ പോലുള്ളവർ പറയുന്നത് ഭരണം കിട്ടിയാൽ സമുദായത്തിന് വേണ്ടി ഭരിക്കണമെന്ന്. കേരളം പോലൊരു മതേതര സംസ്ഥാനത്ത് ഒരു മന്ത്രിയാവുക എന്ന് വെച്ചാൽ അത് സാധാരണ ജനങ്ങളെ സേവിക്കലാണ്. അവിടെ മുസ്ലിം സമുദായാംഗമെന്നോ ക്രിസ്ത്യൻ സമുദായാംഗമെന്നോ ഹൈന്ദവനെന്നോ വ്യത്യാസമില്ല. എന്നാൽ ഒരു സമുദായത്തിന് വേണ്ടി മന്ത്രിയാകണമെന്ന് ആഹ്വാനം ചെയ്യുന്നവരോട് നമ്മൾ എന്തു പറയാൻ? അവിടെയാണ് UDF അകപ്പെട്ടിരിക്കുന്ന മാരക അപകടത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കാൻ. മുസ്ലിം ലീഗ് കൂടുതൽ നിയന്ത്രണം ഇപ്പോൾ UDFന് മേൽ ചെലുത്തുന്നു എന്ന് വ്യക്തം. ഭരണം കിട്ടിയാൽ ഏറ്റവും സുപ്രധാന വകുപ്പുകൾക്ക് അവർ സമ്മർദ്ദമുയർത്തും. UDFനെ ഭരണത്തിലെത്തിക്കാനുള്ള മിനിമം സീറ്റുകൾ അത് മുസ്ലിം ലീഗ് ഉറപ്പ് നൽകും. എന്നാൽ അത്തരമൊരു ഉറപ്പ് നേടുന്നതിനിടയിൽ എത്രയെത്ര വിട്ടുവീഴ്ചകൾക്ക് ഇനി UDF തയ്യാറാകേണ്ടി വരും? ഈ ചോദ്യമാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുന്നത്. LDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നതും ഇതേ ചോദ്യങ്ങൾ. മറുവശത്ത് BJP രാഷ്ട്രീയമായി ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രചരണ വിഷയവും ഇതുതന്നെ. LDFും UDFുമൊക്കെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്നവർ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ UDFിൽ പിടിമുറുക്കുന്ന മുസ്ലിം ലീഗിലെ ഇത്തരം നേതാക്കളെ അടക്കി ഒതുക്കി നിർത്തിയില്ല എങ്കിൽ UDFിൻ്റെ വിജയസാധ്യതയെ അത് ബാധിക്കുമെന്നുറപ്പ്.
KM ഷാജിയുടെ തീവാർന്ന വാക്കുകൾ ചിലത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞങ്ങൾ പേര് മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ഇതൊരു സാമുദായിക അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പാർട്ടിയാണ്. അതിൽ ഞങ്ങൾ കള്ളത്തരം കാണിച്ചോ? വല്ല ഡെമോക്രാറ്റിക് കുമറോക്രാറ്റിക് എന്നൊക്കെ പേരിട്ടിട്ട് ഞങ്ങൾ പേര് മറച്ചു വെച്ചോ? നേർക്കുനേരല്ല പറഞ്ഞത് മുസ്ലിം ലീഗ്. അങ്ങനല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളൂ. കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന പേര് പറഞ്ഞാണ്, മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതലാണ് പണിയെന്ന് പറഞ്ഞാണ്, അവർക്ക് കാവൽ നിൽക്കലാണെന്ന് പറഞ്ഞാണ്, അവരുടെ അവകാശങ്ങൾ അവർക്ക് പിടിച്ചു വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ പച്ചക്കടി ഞങ്ങൾ തോളിൽ വെച്ചതെങ്കിൽ ഒരുത്തന്റെ മുമ്പിലും മറയില്ലാതെ അത് പറയാൻ ഞങ്ങളുടെ നടുപ്പുറത്ത് നട്ടലുണ്ട്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾ കള്ളത്തരം കാണിച്ചിട്ടില്ല, ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തെറ്റാവുക? അട്ടിപ്പേർ അവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ വോട്ട് ഞങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞങ്ങൾക്കതിൽ ഞങ്ങൾക്ക് പതിച്ചു കിട്ടിക്കൊള്ളുന്നുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ചോദിച്ചു എന്ന് വെച്ചിട്ട് അവകാശങ്ങൾ ചോദിക്കുന്ന വിഷയത്തില് ഞങ്ങളുടെ തല കുനിയുമെന്ന്, നട്ടെല്ലു വളയുമെന്ന് വെറുതെ സ്വപ്നം കാണരുത്. വെറുതെ സ്വപ്നം കാണരുത്. ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാണ്. ഇത് അഭിമന്യനായ കോൺഗ്രസിന്റെ മലപ്പുറത്തെ നേതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അടക്കമുള്ള മുന്നേ പാർട്ടിയുടെ, അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മുന്നണിക്കകത്ത് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ നിങ്ങൾ ഈ ലീഗുകാർ എന്താക്കും? സമുദായത്തെ മുഴുവൻ അങ്ങ് വാങ്ങോ? അതിനൊന്നും ഞങ്ങൾ അങ്ങനെ അഹങ്കാരമൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചോദിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിയും ലീഗിന്റെ ആഫീസ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അന്ന് പേര് വേറെയല്ല, അന്നും ഇതേ പേരാണ്, അന്നും ഇതേ കൊടിയാണ്. കാണുമ്പം പേര് മാറ്റി വിളിക്കുന്ന ശീലം ഞങ്ങളുടെ ശീലമല്ല. അത് ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, ഡിപ്ലോമസി കാണിച്ചിട്ടില്ലല്ലോ, നേർക്കുനേരെയല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ട്. അവരോട് ഞങ്ങൾ എന്താ പറയണത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് നിർവഹിക്കണ്ടേ? ആ ഉത്തരവാദിത്തത്തിന്റെ ബാധ്യത ഞങ്ങൾക്കില്ലേ? അത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്നെയല്ലേ? നിങ്ങൾ ആർക്കും ഒരു അട്ടിപ്പേർ അവകാശം തരണ്ട. ഞങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല. അങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുന്ന ഒപ്പും സീലൊന്നും വാങ്ങിയിട്ട് പൊതുപ്രവർത്തനം നടത്തേണ്ട ഗതികേടുമില്ല. എന്തിനാണ് CPM-നെതിരെ പോരാടുന്നത് എന്ന് ചോദ്യത്തില്ലേ? അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കരുതിയുള്ള പോരാട്ടമാണ്. അത് അവസാനിപ്പിക്കാൻ മനസ്സില്ല എന്ന് മാത്രമേ അത് പറയുന്നവരോട് പറയാനുള്ളൂ. ഞങ്ങളുടെ മതത്തെ തൊട്ട് കളിക്കാൻ വന്നാൽ, ഞങ്ങളുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കാൻ വന്നാൽ കലകലക്കും മാഫിൽ അർലി എന്ന് വിശുദ്ധ ഖുർആനിനെ പരിഹസിച്ച EMS-ന്റെ ഓർമ്മകൾ നിൽക്കുന്ന മണ്ണിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മതവിശ്വാസത്തെ തൊട്ട് കളിക്കാൻ വന്നാൽ ആ CPM-നെ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ മതവിരുദ്ധമാണ്, നിങ്ങൾ മനുഷ്യത്വ വിരുദ്ധമാണ്. അതിനെതിർക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുക തന്നെ ചെയ്യും.